അവിടുന്ന് പറഞ്ഞു സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കുവിൻ. അപ്പോൾ ഒരുപാട് ആരാധനാ കർമ്മങ്ങളുണ്ട്. ആ ആരാധനകൾക്കൊക്കെ നമ്മുടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് ക്രമങ്ങളുണ്ട്. ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, മൗദൂദി, സുറൂറി തരത്തിലുള്ള പല രീതികളും. മഹലിലെ കാളിയാർ എങ്ങനെയാണോ, മോലിയാർ എങ്ങനെയാണോ, മുസ്ലിയാർ എങ്ങനെയാണോ, മൊല്ലാക്ക എങ്ങനെയാണോ, മുക്രി എങ്ങനെയാണോ അങ്ങനെ നമസ്കരിക്കുന്നവരുണ്ട്. പള്ളിക്കമ്മിറ്റിയുടെ ഇഷ്ടപ്രകാരം നമസ്കരിക്കുന്നുണ്ട്. പൊന്നാനിയിലെ ഒരു ചങ്ങാതി ജമാഅത്തുകാരൻ നെഞ്ഞത്ത് കൈകെട്ടി നമസ്കരിച്ചിരുന്നു. അയാൾക്ക് തിരുവനന്തപുരത്ത് ജോലി കിട്ടി. ആ തിരുവനന്തപുരത്തിൽ പള്ളിക്കമ്മിറ്റി പറയുന്നത് പൊക്കിളുമ കൈകെട്ടണം എന്നാ. നേരെ നോൺ സ്റ്റോപ്പ് നെഞ്ഞത്ത് നേരെ പൊക്കിളുമലക്ക്. മനസ്സിലായില്ലേ? എന്താ കാരണം? 1000 റുപ്യ അധികം. അപ്പോൾ പള്ളിക്കമ്മിറ്റി പറയുന്നതനുസരിച്ച് മതത്തിൽ മാറ്റം വരുത്തുന്ന, എന്നിട്ട് നിയമസഭയിൽ മാറ്റം വരാൻ പാടില്ല എന്ന് പ്രസംഗിക്കുന്ന ആൾ, അവിടെ രാജ്യസഭയിലും ലോക്സഭയിലും മാറ്റം വരാൻ പാടില്ല, അവിടെ മതത്തിൽ മാറ്റം വരുത്താം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഒക്കെയുണ്ട്. മുഹമ്മദ് നബിയുടെ മദ്ഹബ് എന്ന വിഷയം സംസാരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ വിഷയം അവതരിപ്പിച്ച് പാളയംപള്ളിയുടെ പരിസരത്ത് പ്രസംഗിച്ചതും അതിനുശേഷം അതിന് അവിടുത്തെ ഇമാം മറുപടി പ്രസംഗം നടത്തിയതും പിന്നീട് എന്നെ ആ പരിപാടികൾക്ക് ക്ഷണിക്കാതായതുമൊക്കെ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ്. ഒന്നുമില്ല, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച നമസ്കാരമല്ല ഇവിടെ നടക്കുന്നത് എന്ന് കാര്യകാരണ സഹിതം പറഞ്ഞു എന്നത് മാത്രമാണ് ചെയ്ത തെറ്റ്. ശരി, ചിന്തിക്കുക.